ദുബായ് വിമാനത്താവളത്തിന് സമീപം ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് തീപിടിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചു. വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നു. ഷിൻസ്, ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. UAE രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന്റെ ആക്രമണം ഇപ്പോഴും തുടരുന്ന ഈ പശ്ചാത്തലത്തിൽ ഏതു രീതിയിലാണ് ദുബായ് ഇതിനെ പ്രതിരോധിച്ചിരിക്കുന്നത്? ഒപ്പം ഈ ഇന്ധന ടാങ്കിന് തീപിടിച്ചത് നിയന്ത്രണ വിധേയമാക്കിയെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ടല്ലോ. നിലവിലെ സാഹചര്യം എങ്ങനെ വിലയിരുത്താം നമുക്ക്? രോഹിണി, ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപത്തേക്കാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. വിമാനത്താവള പരിസരത്തെ ഒരു ഇന്ധന ടാങ്കിനാണ് ആക്രമണം തീപിടിച്ചിരിക്കുന്നത്. തീ അടച്ചതായി ദുബായ് സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇതുവരെ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ നടപടിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വിമാന സർവീസ്, ദുബായ് വിമാനത്താവളത്തിലുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കിഴക്കൻ പ്രവിശ്യക്ക് നേരെ വന്ന് 37 ഡ്രോണുകൾ തകർത്തായി പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി എല്ലാ തരത്തിലും ഇത് UAE-ക്കെതിരെയാണെങ്കിലും സൗദിക്കെതിരെയാണെങ്കിലും എല്ലാ ആക്രമണ ശ്രമങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ പ്രതിരോധ സേനയ്ക്ക് സാധിക്കുമെന്നാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം. തുടർച്ചയായി 17 ദിവസത്തിലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ് രോഹിണി. ശരി ഷിൻസ്, എന്തായാലും ദുബായ് വിമാനത്താവളത്തിനരികെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്ധന ടാങ്കിന് തീപിടിച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.